ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ഡേ മൈ ലൈഫ് ക്ലീനിങ്ങും എല്ലാം ഉൾപ്പെടുത്തി ചെയ്യാം. ഞാൻ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തൊരു ബോക്സിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കലാണ് പതിവ്. ആദ്യം നമുക്ക് പപ്പായയും പരിപ്പും ഇട്ട് വെജിറ്റബിൾ കറി തയ്യാറാക്കാം. പപ്പായയും പരിപ്പും ഇട്ടതിന് ശേഷം അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് മഞ്ഞളും 4 പച്ചമുളകും ഉപ്പും 4 വെളുത്തുള്ളിയും ഒരു കഷ്ണം വലിയുള്ളി ഇട്ട് അല്പം എണ്ണ വെച്ച് അടച്ച് വെച്ച് വേവിക്കാം. വെന്തതിന് ശേഷം മഞ്ഞളും ചേർത്ത് തേങ്ങ അരച്ചത് ചേർക്കാം. കറി തിളപ്പിക്കാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പടവലം മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. ഒരു വലിയുള്ളിയും വറ്റൽമുളക് ചതച്ചതും 2 പച്ചമുളകും അല്പം വെളിച്ചെണ്ണയും ഉപ്പും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് വേവിച്ചെടുക്കാം. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കറി തൂമിക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് തൂമിച്ച് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. പപ്പായ കറി റെഡി. ഇനി നമുക്കത് മെഴുക്ക് പുരട്ടിയിലേക്ക് വറ്റൽമുളകും കടുകും ചേർത്ത് തൂമിച്ച് വയ്ക്കാം. ഇനി പപ്പായ പൊരിക്കുകയാണ് ചെയ്യുന്നത്. പപ്പായ നല്ലപോലെ കനം കുറച്ചരിഞ്ഞതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ ഗരം മസാലപ്പൊടി, കോൺഫ്ലവർ, ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു നാരങ്ങയുടെ നീര് എന്നിവ ചേർത്ത് നല്ലപോലെ കുഴക്കുക. അത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് പപ്പായ പൊരിച്ചെടുക്കാം. ഇങ്ങനെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ക്ലീൻ ചെയ്യാം. ഹാളും എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി മെഴുക്ക് പുരട്ടിയും കറിയും എല്ലാം റെഡി.